ഹായ് നമസ്കാരം. CEO എക്സാം കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ CPO എക്സാമിന് തയ്യാറെടുക്കുമായിരിക്കും അല്ലേ? അപ്പോൾ അതിനുവേണ്ടി വേൾഡ് ജോഗ്രഫിയിൽ നിന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ജനറൽ ജോഗ്രഫി, പൊതുഭൂമിശാസ്ത്രത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: താഴെ തന്നിരിക്കുന്നവയിൽ പസഫിക് സമുദ്രത്തിൽ അല്ലാത്ത സമുദ്രജല പ്രവാഹം ഏത്? കുറോഷ്യോ, കാലിഫോർണിയ, കാനറി, പെറു പ്രവാഹം. പെട്ടെന്ന് ചോദ്യം ഉത്തരം ഈ ഒരു ട്രെൻഡാണ് ഈ ഒരു ക്ലാസ്സിന്. പറഞ്ഞു, ഏതാണ് താഴെ തന്നിരിക്കുന്നവയിൽ പസഫിക് സമുദ്രത്തിൽ അല്ലാത്ത സമുദ്രജല പ്രവാഹം? പറയാമോ ഉത്തരം? പസഫിക് സമുദ്രത്തിൽ അല്ലാത്ത സമുദ്രജല പ്രവാഹം ഓപ്ഷൻ സി കാനറി പ്രവാഹമാണ്. കാനറി പ്രവാഹം, കാരണം അത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിലുള്ള ഒരു ശീതജല പ്രവാഹമാണ് കാനറി പ്രവാഹം. ബാക്കിയൊക്കെ പസഫിക് സമുദ്രത്തിലാണ്. കുറോഷ്യോ പ്രവാഹം പസഫിക് സമുദ്രത്തിൽ ഉഷ്ണജല പ്രവാഹമാണ്. കറുത്ത പ്രവാഹം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്നു. ബ്ലാക്ക് കറണ്ട് എന്നൊക്കെ വിളിക്കുന്നത് ജപ്പാന്റെ തീരത്തൂടെ കടന്നു പോകുന്ന കുറോഷ്യോ പ്രവാഹം. കാലിഫോർണിയ പ്രവാഹം പസഫിക് സമുദ്രത്തിൽ തന്നെയാണ്. പസഫിക് സമുദ്രത്തിൽ തന്നെയുള്ള ശീതജല പ്രവാഹമാണ് കാലിഫോർണിയ പ്രവാഹം. പിന്നെ വരുന്ന പെറു പ്രവാഹമാണ്. പെറു പ്രവാഹവും പസഫിക് സമുദ്രത്തിൽ തന്നെയുള്ള ശീതജല പ്രവാഹമാണ്. ഹംബോൾട്ട് പ്രവാഹം എന്ന് വിളിക്കുന്നത് പെറു പ്രവാഹത്തെയാണ്. ഈ പെറു പ്രവാഹം റീപ്ലേസ് ചെയ്യപ്പെടാറുണ്ട്. 3 മുതൽ 7 വർഷത്തിലൊരിക്കൽ അത് ഉഷ്ണജല പ്രവാഹമായി മാറാറുണ്ട്. ആ ഭാഗം അവിടെ സമുദ്രം കൂടുതൽ ഉഷ്ണജലത്തെ അങ്ങോട്ടേക്ക് എത്തിക്കുന്നു. ശീതജലം റീപ്ലേസ് ചെയ്യപ്പെടുന്നു. അവിടെ ഉഷ്ണജലം കൂടുതൽ കൂടുന്നു. ഈ സാഹചര്യത്താണ് എൽ നിനോ എന്ന് വിളിക്കുന്നത്. അതായത് തെക്കേ അമേരിക്കയുടെ നമുക്കറിയാം പടിഞ്ഞാറ് വശം, തെക്കേ അമേരിക്കയുടെ പടിഞ്ഞാറ് വശത്ത് പസഫിക് സമുദ്രമുണ്ട്. കിഴക്ക് വശത്ത് അറ്റ്ലാന്റിക്, പടിഞ്ഞാറ് വശത്ത് പസഫിക്. പെറു അതുപോലെ ചിലി തുടങ്ങിയ രാജ്യങ്ങൾ പടിഞ്ഞാറ് വശത്തുണ്ട്. ആ ഭാഗത്ത് സാധാരണ പെറു എന്ന പേരിൽ ഒരു ശീതജല പ്രവാഹമാണ് കാണപ്പെടുന്നത്. പക്ഷേ 3 മുതൽ 7 വർഷത്തിലുള്ള ഒരു കാലയളവിൽ അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസ് ഇട്ട് ആ ഭാഗത്ത് ഈ ശീതജലം റീപ്ലേസ് ചെയ്യപ്പെടുകയും അങ്ങോട്ടേക്ക് ഉഷ്ണജലം കൂടുതൽ അക്യുമുലേറ്റ് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഈ സാഹചര്യത്തെയാണ് എൽ നിനോ എന്ന പ്രതിഭാസം എന്ന പേരിൽ നമ്മൾ വിളിക്കുന്നത്. എൽ നിനോ എന്ന വാക്കിൻ്റെ അർത്ഥം ഉണ്ണി, യേശു, ചെറിയ ആൺകുട്ടി എന്നൊക്കെയാണ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി രണ്ടാമത്തെ ചോദ്യം: താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏത്? ട്രോപ്പോസ്ഫിയറിലാണ് കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ കാണപ്പെടുന്നത്. അയണോസ്ഫിയറിലാണ് റേഡിയോ തരംഗങ്ങൾ കടന്നു പോകുന്ന അയണോസ്ഫിയറിലൂടെയാണ്, അല്ലെങ്കിൽ റേഡിയോ പ്രക്ഷേപണത്തിന് ഏറ്റവും അനുയോജ്യമായത് അയണോസ്ഫിയറാണ്. സ്ട്രാറ്റോസ്ഫിയറിലാണ് അറോറ പ്രതിഭാസം കാണപ്പെടുന്നത്. മീസോസ്ഫിയറിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്. ഇന്നത്തെ ഏതൊക്കെയാണ് ശരിയായ ജോഡി എന്നാണ് ചോദ്യം. പറഞ്ഞു ഉത്തരം ഓപ്ഷൻ ബി 1, 2 ശരിയായിട്ടുള്ള ജോഡികൾ. ട്രോപ്പോസ്ഫിയറിൽ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ കാണപ്പെടുന്നു. ട്രോപ്പോസ്ഫിയറിന്റെ ഏറ്റവും വലിയ സവിശേഷത അവിടെ ഉയരത്തിനനുസരിച്ച് താപനില കുറയുന്നു എന്നുള്ളതാണ്. ഓരോ 165 മീറ്ററിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അവിടെ താപനില കുറയുന്നു. ഈ പ്രതിഭാസത്തെ ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് വിളിക്കുന്നു. പക്ഷേ ചില സന്ദർഭങ്ങളിൽ, പ്രത്യേകിച്ച് സൂര്യോദയത്തിനോടനുബന്ധിച്ച സമയത്ത് ട്രോപ്പോസ്ഫിയറിൽ ഉയരത്തിനനുസരിച്ച് താപനില കൂടുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഇതിനെ താപവിപര്യം അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഇൻവേർഷൻ എന്ന് വിളിക്കുന്നു. ഇത് വളരെ കുറച്ച് സമയം മാത്രമേ നിൽക്കാറുള്ളൂ. പ്രത്യേകിച്ച് സൂര്യോദയത്തോടനുബന്ധിച്ച സമയത്ത്, സൂര്യൻ ഉദിക്കുന്ന തൊട്ട് മുമ്പുള്ള സമയത്ത് ഉയരത്തിനനുസരിച്ച് അവിടെ താപനില കൂടുന്നു. ഇത് നേരെ ഓപ്പോസിറ്റ് സംഭവിക്കുന്നു. ക്രമമായ താപനഷ്ട നിരക്ക് എന്ന പ്രതിഭാസത്തിന് നേരെ ഓപ്പോസിറ്റ് സംഭവിക്കുന്നു. ശരിക്കും എന്താ സംഭവിക്കുന്നത്? 165 മീറ്ററിൽ 1 ഡിഗ്രി സെൽഷ്യസ് കുറയുന്നു. നോർമലി സംഭവിക്കുന്ന ഇതാണ്. പക്ഷേ അബ്നോർമൽ ആയിട്ടൊരു കണ്ടീഷൻ സൂര്യോദയത്തിൻ്റെ സമയത്ത്, സൂര്യൻ ഉദിക്കുന്നതോടനുബന്ധിച്ചുള്ള സമയത്ത് നടക്കാറുണ്ട്. അതിനെയാണ് ടെമ്പറേച്ചർ ഇൻവേർഷൻ അല്ലെങ്കിൽ താപവിപര്യം എന്ന് വിളിക്കുന്നത്. ഇനി അയണോസ്ഫിയറിലാണ് റേഡിയോ തരംഗങ്ങൾ. അറിയാമല്ലോ, അയണോസ്ഫിയറിൽ അയോണീകരണം എന്ന പ്രവൃത്തി നടക്കുന്നത് കൊണ്ട് തന്നെ ആ ഭാഗത്ത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിൻ്റെ ട്രാൻസ്മിഷൻ വളരെ അനുയോജ്യമായിട്ടുള്ള മേഖലയാണ്. അയോൺസും ഫ്രീ ഇലക്ട്രോൺസും ധാരാളമായി കാണപ്പെടുന്നത് കൊണ്ട് തന്നെ റേഡിയോ തരംഗങ്ങൾ ഈസിയായി ആ പ്രദേശത്തൂടെ ട്രാവൽ ചെയ്യുന്നു. ഇത് സാറ്റലൈറ്റ് പോലെയുള്ള കമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങൾക്ക് നമ്മളെ സഹായിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അയണോസ്ഫിയർ റേഡിയോ തരംഗങ്ങൾക്ക് വളരെ പ്രശസ്തമായ അല്ലെങ്കിൽ അതിന് സൗകര്യപ്രദമായ മേഖലയാണ്. സ്ട്രാറ്റോസ്ഫിയറിലാണോ അറോറ കാണപ്പെടുന്നത്? അല്ല, സ്ട്രാറ്റോസ്ഫിയറിലല്ല അറോറ കാണപ്പെടുന്നത്, അയണോസ്ഫിയറിലാണ്. അയണോസ്ഫിയറിൽ വളരെ നമുക്ക് ചെറിയ കേസിൽ അല്ലെങ്കിൽ എക്സെപ്ഷണൽ കേസിൽ അതിന് താഴെയുള്ള മീസോസ്ഫിയറിൻ്റെ ബോർഡറിലും നമുക്ക് എന്തുണ്ട്, ഈ പറഞ്ഞ അറോറ പ്രതിഭാസം കാണാൻ സാധിക്കും. നമുക്കറിയാം, അയണോസ്ഫിയറും തെർമോസ്ഫിയറും രണ്ടായിട്ട് കാണേണ്ട കാര്യമില്ല. തെർമോസ്ഫിയർ തന്നെയാണ് അയണൈസേഷൻ നടക്കുന്നത്. 80 മുതൽ 400 കിലോമീറ്റർ ഉയരത്തിൽ തെർമോസ്ഫിയർ ഉണ്ട്. ആ സ്ഥലത്ത് തന്നെയാണ്, ആ 400 കിലോമീറ്റർ പ്രദേശത്തിനകത്താണ്, 80 മുതൽ 400 കിലോമീറ്റർ പ്രദേശത്തിനകത്ത് തന്നെയാണ് അയണൈസേഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ തെർമോസ്ഫിയർ, അയണോസ്ഫിയർ എന്നിങ്ങനെ രണ്ടായിട്ട് കാണേണ്ട കാര്യമില്ല, രണ്ടും ഒന്ന് തന്നെയാണ്. വളരെ ചെറിയ ഒരു കേസിൽ, വളരെ എക്സെപ്ഷണൽ കേസാണ്, മീസോസ്ഫിയറിൻ്റെ മുകൾ ഭാഗത്തും അയണൈസേഷൻ നടക്കാറുണ്ട്. നമുക്ക് എന്തായാലും അറോറ കാണപ്പെടുന്നത് അയണോസ്ഫിയർ ആണ് എന്ന് പഠിച്ചു വെച്ചാൽ മതി. എന്താണ് അറോറ?
ആകാശം വിവിധ വർണ്ണത്തിലുള്ള പ്രകാശപൂരിതമായ ഒരവസ്ഥയിലേക്ക് മാറുന്ന പ്രതിഭാസമാണ് അറോറ എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനിൽ നിന്നുള്ള തീവ്ര സൂര്യരശ്മികൾ ഈ പറഞ്ഞ അയോണുകളിലും ഇലക്ട്രോണുകളിലും തട്ടി അതുമായി ഈ പറഞ്ഞ ഇലക്ട്രോണുകൾ അവയെ ആഗിരണം ചെയ്യുമ്പോൾ, ഈ സൂര്യനിൽ നിന്നുള്ള തീവ്രരശ്മികൾ ആഗിരണം ചെയ്യുമ്പോൾ അവർ എന്താവുന്നു, വിവിധ നിറത്തിലുള്ള നിറങ്ങൾ പുറപ്പെടുവിക്കുന്നു. ഈ നിറങ്ങളാണ് നമ്മൾ പച്ചയും മഞ്ഞയും നീലയൊക്കെ ആയിട്ട് കാണുന്ന ഈ നിറങ്ങളാണ് അറോറ എന്ന് വിളിക്കുന്നത്. ഉത്തരാർദ്ധഗോളത്തിൽ അറോറ ബോറിയാലിസ് എന്നും ദക്ഷിണാർദ്ധഗോളത്തിൽ അറോറ ഓസ്ട്രാലിസ് എന്നും അറോറ അറിയപ്പെടുന്നുണ്ട്. ഇനി മീസോസ്ഫിയറിലാണോ ഓസോൺ പാളിയുള്ളത്? അല്ല, ഓസോൺ പാളി കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. O3 എന്നുള്ള കെമിക്കൽ നെയിം ഓസോണിൻ്റെ, O3 അല്ലേ? എങ്ങനെയാണ് സാധാരണ ഓക്സിജൻ തന്മാത്രകൾ O3 ആയി മാറുന്നത്? സൂര്യനിൽ നിന്നുള്ള UV അൾട്രാ വയലറ്റ് ആഗിരണം ചെയ്യുന്ന ഓക്സിജൻ രണ്ടായി മുറിഞ്ഞ് ഏക അറ്റോമിക് ഓക്സിജൻ ആയി മാറുന്നു. അത് പിന്നീട് സാധാരണ അറ്റോമിക് ഓക്സിജനുമായി കൂടിച്ചേർന്നാണ് O3 ഉണ്ടാകുന്നത്. O3 UV റേഡിയേഷൻസിനെ ഭൂമിയിലേക്ക് എത്താതെ തടയുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. ഓസോൺ പാളി കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓസോൺ പാളി കണ്ടെത്തിയത് ചാൾസ് ഫാബ്രിയും ഹെൻറി ബ്യൂസനുമാണ്. ഓസോൺ ഗ്യാസ് ആദ്യമായിട്ടൊരു ലാബിൽ നിർമ്മിച്ചെടുത്തത് ഷോൺ ബെയിനാണ്. ഓസോണിൻ്റെ പ്രത്യേകതകൾ വിവരിച്ചത് ഡോബ്സൺ ആണ്. ഓസോണിൻ്റെ യൂണിറ്റ് എന്നറിയപ്പെടുന്നത് ഡോബ്സൺ യൂണിറ്റ് എന്നാണ്. ഓസോൺ പുറത്തുവിടുന്ന സസ്യം തുളസിയാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓസോൺ പാളി സ്ട്രാറ്റോസ്ഫിയറിലാണ്. സോ ഇത് രണ്ടും തെറ്റിപ്പോയി അല്ലേ? ഇത് രണ്ടും തെറ്റിപ്പോയി എന്നുള്ളത് ഓർക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തെക്കൻ ബ്രസീലിൽ ഉഷ്ണമേഖലാ പുൽമേടുകൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ലാനോസ്, കാംപോസ്, സാവന്ന, സ്റ്റെപ്പി. തെക്കൻ ബ്രസീലിൽ ഉഷ്ണമേഖലാ പുൽമേടുകൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? റൈറ്റ് ആൻസർ ഈസ് കാംപോസ്. തെക്കൻ ബ്രസീലിൽ ഉഷ്ണമേഖലാ പുൽമേടുകളെ കാംപോസ് എന്ന് വിളിക്കുന്നു. ലാനോസ് എവിടെയാണ്? അപ്പോൾ വെനസ്വലയിൽ കാണപ്പെടുന്ന ഉഷ്ണമേഖലാ പുൽമേടുകളാണ് ലാനോസ്. സാവന്ന എവിടെയാണ്? ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ഉഷ്ണമേഖലാ പുൽമേടാണ് നമ്മുടെ സാവന്ന. സ്റ്റെപ്പി ഉഷ്ണമേഖലാ പുൽമേടല്ല, മിതോഷ്ണ മേഖലാ പുൽമേടാണ്. എവിടെ കാണപ്പെടുന്നു? യുറേഷ്യയിൽ കാണപ്പെടുന്നു. യൂറോപ്പിലും ഏഷ്യയിലുമായിട്ട് കാണപ്പെടുന്നു. യുറേഷ്യ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതുന്നത്. യൂറോപ്പിലും ഏഷ്യയിലുമായി സ്ഥിതി ചെയ്യുന്നു സ്റ്റെപ്പി. അത് ഉഷ്ണമേഖലാ പുൽമേടല്ല, ഓർക്കുക, മിതോഷ്ണ മേഖലാ പുൽമേടാണ്. പക്ഷെ ആദ്യം പറഞ്ഞേക്കുന്ന മൂന്നും ഉഷ്ണമേഖലാ പുൽമേടാണ്. ലാനോസും കാംപോസും സാവന്നയും. ബ്രസീലിൽ കാണപ്പെടുന്നത് കാംപോസ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ആദ്യത്തെ മൂന്നെണ്ണവും ഉഷ്ണമേഖലാ പുൽമേട്, നാലാമത് പറഞ്ഞേക്കുന്നത് മിതോഷ്ണ മേഖലാ പുൽമേടും. ഓക്കെ, അപ്പോൾ ഉഷ്ണമേഖലാ പുൽമേടുകൾ പറഞ്ഞു. ഏതൊക്കെയാണ്? വെനസ്വേലയിലുള്ളത് ലാനോസ്, ബ്രസീലിലുള്ളത് കാംപോസ്, ആഫ്രിക്കയിലുള്ളത് സാവന്ന. പിന്നെ ഓസ്ട്രേലിയയുടെ വടക്ക് ഭാഗത്ത് വടക്കൻ ഓസ്ട്രേലിയൻ ഉഷ്ണമേഖലാ പുൽമേടുകളുമുണ്ട്. ഇതിന് പ്രത്യേകിച്ച് പേരൊന്നും പറയാറില്ല. ഇനി നിർവാത മേഖല അഥവാ ഡോൾഡ്രംസ് എന്നറിയപ്പെടുന്ന ഭാഗം, ഭൂമധ്യരേഖയ്ക്ക് ഇരുവശവും 20 ഡിഗ്രി, ഭൂമധ്യരേഖയ്ക്ക് ഇരുവശവും 5 ഡിഗ്രി അക്ഷാംശങ്ങൾ, 30 ഡിഗ്രി അക്ഷാംശങ്ങളെ വിളിക്കുന്ന പേര്, 60 ഡിഗ്രി അക്ഷാംശങ്ങളെ വിളിക്കുന്ന പേര്. എന്താണ് ഡോൾഡ്രംസ്? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഭൂമധ്യരേഖയ്ക്ക് ഇരുവശവും 5 ഡിഗ്രി അക്ഷാംശങ്ങൾ വരെയുള്ള പ്രദേശത്തെയാണ് നിർവാത മേഖല അഥവാ ഡോൾഡ്രംസ് എന്ന് വിളിക്കുന്നത്. എന്താണ് ഈ മേഖലയുടെ ഏറ്റവും വലിയ സവിശേഷത? ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തുന്ന, ഏറ്റവും മർദ്ദം കുറഞ്ഞ് കാണപ്പെടുന്ന മേഖലയാണ് ഡോൾഡ്രംസ്. ഇവിടെ നിരന്തരം സംവഹനം നടന്നുകൊണ്ടേയിരിക്കുന്നു. എന്താ സംവഹനം? ചൂട് പിടിച്ച വായു നിരന്തരം ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഡോൾഡ്രംസ്. അതുകൊണ്ട് തന്നെ അവിടെ മേഘങ്ങളുടെ സാന്നിധ്യമുണ്ട്, എപ്പോഴും മഴ കിട്ടാറുണ്ട്, ആർദ്രമായ കാലാവസ്ഥയാണ്, നിത്യഹരിതമായിട്ടുള്ള സസ്യസമ്പത്താണ് അവിടെ ഉള്ളത്. അതൊക്കെ ഈ ഡോൾഡ്രംസിൻ്റെ സവിശേഷതയാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഭൂമധ്യരേഖ കാലാവസ്ഥ അനുഭവപ്പെടുന്ന മേഖലയാണ് ഡോൾഡ്രംസ് എന്നുള്ള കാര്യം ഓർക്കുക. 30 ഡിഗ്രി അക്ഷാംശങ്ങളെയാണ് നമ്മൾ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ കുതിര അക്ഷാംശങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇതൊരു ഉച്ചമർദ്ദ മേഖലയാണ്. ഉച്ചമർദ്ദ മേഖല, അതായത് വായു താഴ്ന്നിറങ്ങുന്ന, വായു സിങ്ക് ചെയ്യുന്ന, താഴേക്ക് ശക്തമായി പതിക്കുന്ന മേഖലയാണ് 30 ഡിഗ്രി അക്ഷാംശങ്ങൾ. കുതിര അക്ഷാംശങ്ങൾ എന്നറിയപ്പെടുന്നു. 60 ഡിഗ്രി അക്ഷാംശങ്ങൾ നമുക്കറിയാം പോളാർ ഫ്രണ്ട് എന്നാണ് ഈ മേഖല അറിയപ്പെടുന്നത്. വാതമുഖം എന്നാണ് 60 ഡിഗ്രി അക്ഷാംശങ്ങൾ അറിയപ്പെടുന്നത്. വാതമുഖം, കേട്ടോ. നെക്സ്റ്റ്, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും, അതായത് 30 ഡിഗ്രി അക്ഷാംശത്തിൽ നിന്ന് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലകളിലേക്ക്, അതായത് 60 ഡിഗ്രി അക്ഷാംശങ്ങളിലേക്ക് വീശുന്ന കാറ്റുകൾ അറിയപ്പെടുന്നത്. 30 ഡിഗ്രി അക്ഷാംശങ്ങളിൽ നിന്ന് 60 ഡിഗ്രി അക്ഷാംശങ്ങളിലേക്ക് കാറ്റുകൾ വീശാറുണ്ട്. ഈ കാറ്റുകളെ വിളിക്കുന്ന പേര് ആണ് ചോദിച്ചേക്കുന്നത്. വാണിജ്യവാദം, പശ്ചിമവാദം, ധ്രുവീയ പൂർവ്വവാദം, കാലികവാദം. ഏതാണ് റൈറ്റ് ആൻസർ? പറഞ്ഞു, ഏതാണ് റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ ഈസ് പശ്ചിമവാദം. 30 ഡിഗ്രി അക്ഷാംശങ്ങളിൽ നിന്ന് 60 ഡിഗ്രി അക്ഷാംശങ്ങളിലേക്ക് വീശുന്ന കാറ്റുകളെ നമ്മൾ പശ്ചിമവാദങ്ങൾ എന്ന് വിളിക്കുന്നു. 30 ഡിഗ്രി അക്ഷാംശങ്ങളിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്ക് വീശുന്ന കാറ്റുകളെ നമ്മൾ വാണിജ്യവാദങ്ങൾ എന്ന് വിളിക്കുന്നു.
90 ഡിഗ്രി അക്ഷാംശങ്ങളിൽ നിന്ന് 60 ഡിഗ്രി അക്ഷാംശങ്ങളിലേക്ക് വീശുന്ന കാറ്റുകളെ നമ്മൾ ധ്രുവീയ പൂർവ്വവാദങ്ങൾ എന്നും വിളിക്കുന്നു. 3 ടൈപ്പ് കാറ്റുകൾ, ഇവരെ 3 പേരെയും ചേർത്താണ് ആഗോളവാദങ്ങൾ അഥവാ സ്ഥിരവാദങ്ങൾ എന്ന് നമ്മൾ വിളിക്കാറുള്ളത്. ഇനി 30 ഡിഗ്രിയിൽ നിന്ന് 60 ഡിഗ്രിയിലേക്ക് വീശുന്ന പശ്ചിമവാദങ്ങൾ ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും ഉണ്ട്. അതുപോലെ 30 ഡിഗ്രിയിൽ നിന്ന് 0 ഡിഗ്രിയിലേക്ക് വീശുന്നതും 90 ഡിഗ്രിയിൽ നിന്ന് 60 ഡിഗ്രിയിലേക്ക് വീശുന്നതും നമുക്ക് ഭൂമിയിലെ 2 ഗോളങ്ങളിലും സ്ഥിതി ചെയ്യുന്നുണ്ട്, കാണപ്പെടുന്നുണ്ട്. 30 നിന്ന് 60ലേക്ക് വീശുന്ന കാറ്റുകൾ ദക്ഷിണാർദ്ധഗോളത്തിൽ കൂടുതൽ തീവ്രമായി വീശുന്ന കാറ്റുകളാണ്. കാരണം അവിടെ സമുദ്ര ഉപരിതലമാണ് കൂടുതലുള്ളത്, കരയേക്കാൾ കൂടുതൽ. സമുദ്ര ഉപരിതലത്തിൽ ഘർഷണം, ഫ്രിക്ഷൻ കുറവായതുകൊണ്ട് കാറ്റുകൾക്ക് വേഗത കൂടുതലായിരിക്കും, തിരമാലകൾ കൂടുതൽ ശക്തമായി വീശും, അപകടങ്ങൾ ഉണ്ടാകും കപ്പലുകൾക്ക്. അതുകൊണ്ട് ഈ പ്രദേശം നാവികർക്ക് പേടി സ്വപ്നമായ മേഖലയാണ്. 30 ഡിഗ്രി സൗത്ത് ടു 60 ഡിഗ്രി സൗത്തിലേക്ക് വീശുന്ന, അതായത് ദക്ഷിണാർദ്ധഗോളത്തിൽ വീശുന്ന പശ്ചിമവാദങ്ങൾ നാവികർക്ക് പേടി ഉണ്ടാക്കുന്ന കാറ്റുകളാണ്. ഈ കാറ്റുകളെ അലറുന്ന 40കൾ, കഠോരമായ 50കൾ, അലമുറയിടുന്ന 60കൾ എന്നീ പേരിലാണ് വിശേഷിപ്പിക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞ്, റോറിംഗ് 40 അലറുന്ന 40കൾ, ഫ്യൂരിയസ് 50 കഠോരമായ 50കൾ, സ്ക്രീമിംഗ് 60 അല്ലെങ്കിൽ ഷ്രീക്കിംഗ് 60 അലമുറയിടുന്ന 60കൾ എന്നാണ് വിളിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാംപാസ്, വെൽഡ്, ഡൗൺസ് എന്നിവ എന്ത് തരം ഭൂവിഭാഗങ്ങളാണ്? ഉഷ്ണമേഖലാ പുൽമേടുകൾ, മിതോഷ്ണ മേഖലാ പുൽമേടുകൾ. എന്തായാലും ഇതല്ല, നമ്മൾ ഓൾറെഡി അതിനകത്ത് ഇത് കണ്ടില്ല, നേരത്തെ പഠിച്ചു. ഉഷ്ണമേഖല പുൽമേട്, ഉഷ്ണമേഖല മരുഭൂമികൾ, മിതോഷ്ണ മേഖല മരുഭൂമികൾ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇവ മിതോഷ്ണ മേഖല പുൽമേടുകളാണ്. അപ്പോൾ ലോകത്തിലെ പ്രധാനപ്പെട്ട മിതോഷ്ണ മേഖല പുൽമേടുകൾ പഠിക്കാം. വടക്കേ അമേരിക്കയിൽ, കാനഡയിൽ, USA-ലുമായി സ്ഥിതി ചെയ്യുന്ന ലോകത്തിൻ്റെ അപ്പത്തൊട്ടി, ധാന്യപ്പുര എന്നൊക്കെ വിളിക്കുന്ന പ്രയറി. തെക്കേ അമേരിക്കയിൽ അർജന്റീനയിൽ കാണപ്പെടുന്ന പാംപാസ് എന്നറിയപ്പെടുന്ന പുൽമേട് മിതോഷ്ണ മേഖല പുൽമേടാണ്. അതായത് ഭൂമിയിലെ ഉഷ്ണമേഖല എന്ന് വിളിക്കുന്ന ഈ സ്ഥലത്തിന് പുറത്ത് കാണപ്പെടുന്ന പുൽമേടുകൾ. ഇനി ആഫ്രിക്കയുടെ തെക്ക് ഭാഗത്ത്, സൗത്ത് ആഫ്രിക്കയിലായിട്ട് വെൽഡ് എന്ന പുൽമേട്. ഏഷ്യയിലും അതേപോലെ യൂറോപ്പിലുമായി കാണപ്പെടുന്ന സ്റ്റെപ്പി എന്ന പുൽമേട്. ഓസ്ട്രേലിയയുടെ തെക്ക് ഭാഗത്തായി കാണപ്പെടുന്ന ഡൗൺസ് എന്ന പുൽമേട്. ഇതെല്ലാം മിതോഷ്ണ പുൽമേടുകളാണ്, ഭൂമിയിലെ മിതോഷ്ണ പുൽമേടുകളാണ്. പേരുകൾ കൃത്യമായി പഠിക്കണം. അവ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡങ്ങളും കൃത്യമായി പഠിക്കണം. ചോദ്യം വരുന്ന പരീക്ഷകളിൽ ഉറപ്പായിട്ടും ചോദിക്കും ഇതൊക്കെ. ഇനി സമോയഡ്സ് എന്ന ഗോത്ര വിഭാഗങ്ങൾ കാണപ്പെടുന്നത് എവിടെ? വടക്ക് തെക്ക് പ്രദേശങ്ങൾ, ഭൂമിയിലെ തണുപ്പ് മൂടി അല്ലെങ്കിൽ മഞ്ഞ് മൂടി കിടക്കുന്ന അതിശൈത്യം അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ ധാരാളം ഗോത്ര വിഭാഗങ്ങൾ ജീവിക്കുന്നുണ്ട്. അതിൽ സമോയഡ്സ് എന്ന ഗോത്ര വിഭാഗം എവിടെ കാണപ്പെടുന്നു? ഗ്രീൻലൻഡ്, സൈബീരിയ, ഫിൻലൻഡ്, അലാസ്ക. പറഞ്ഞു. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, സൈബീരിയയാണ്. സമോയഡ്സ് എന്ന ഗോത്ര വിഭാഗങ്ങൾ കാണപ്പെടുന്നത് സൈബീരിയയിലാണ്. സമോയഡ്സ് എന്ന ഗോത്ര വിഭാഗങ്ങൾക്ക് പുറമെ മറ്റ് ചില ഗോത്ര വിഭാഗങ്ങൾ ലോകത്തിൻ്റെ വടക്ക് തെക്ക് ഭാഗങ്ങളിലുള്ള തണുപ്പ് കൂടിയ അല്ലെങ്കിൽ മഞ്ഞ് പുതച്ച് കിടക്കുന്ന പ്രദേശങ്ങളിലുണ്ട്. നോക്കാം. ഗ്രീൻലൻഡ്, വടക്കൻ കാനഡ, അലാസ്ക തുടങ്ങിയ പ്രദേശങ്ങളിലാണ് എസ്കിമോകൾ അഥവാ ഇനൂട്ടുകൾ താമസിക്കുന്നത്. വടക്കൻ ഫിൻലാൻഡിലും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലുമായി കാണപ്പെടുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന ഗോത്ര വിഭാഗങ്ങളാണ് ലാപ്സ്. റഷ്യയുടെ വടക്ക് സൈബീരിയയിൽ കാണപ്പെടുന്ന ഗോത്ര വിഭാഗങ്ങളാണ് സമോയഡ്സ്. നമ്മുടെ ചോദ്യം. ലെനാതടം, റഷ്യയിൽ തന്നെയുള്ള ലെനാതടത്തിൽ ജീവിക്കുന്ന ഗോത്ര വിഭാഗങ്ങളാണ് യാക്കൂട്സ്. വടക്ക് കിഴക്കൻ ഏഷ്യയിലായി ജീവിക്കുന്ന ഗോത്ര വിഭാഗങ്ങളാണ് കൊറിയാക്സും ചുക്ചിയും. നമ്മുടെ ചോദ്യം സമോയഡ്സ് ആയിരുന്നു. സമോയഡ്സ് എവിടെയാണ്? റഷ്യയുടെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടുള്ള സൈബീരിയയിലാണ് സമോയഡ്സിനെ കാണുന്നത്. നെക്സ്റ്റ്, വാർത്താവിനിമയ ഉപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലം കുറച്ചു മുമ്പ് ഡിസ്കസ് ചെയ്ത ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞ് രണ്ടാമത്തെ ചോദ്യത്തിൽ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ, അയണോസ്ഫിയർ. കേട്ടോ. നെക്സ്റ്റ്, ട്രോപ്പോപാസിലൂടെയുള്ള അതിശക്തമായ വായു പ്രവാഹം അറിയപ്പെടുന്നത്? ഭൂമിയുടെ ഉപരിതലത്തിന് മുകളിലായി കാണപ്പെടുന്ന ആദ്യത്തെ അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിന് ആവറേജ് 13 കിലോമീറ്റർ ഉയരമുണ്ട് എന്നും ധ്രുവപ്രദേശങ്ങളിൽ അത് വെറും 8 കിലോമീറ്റർ മാത്രമാണ് എന്നും ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ അവ 18 കിലോമീറ്റർ വരെയാണ് എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഭൂമധ്യരേഖാ പ്രദേശത്തെ ഉയർന്ന വായു സംവഹനവും ഭൂമിയുടെ ആകൃതിയുമൊക്കെയാണ് ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ അവ കൂടുതൽ ഉയരത്തിൽ കാണപ്പെടുന്നത്. ധ്രുവപ്രദേശങ്ങളിൽ ഭൂമിയുടെ ആകൃതി കൊണ്ടും അവിടെ തണുപ്പായതുകൊണ്ടും സംവഹനമില്ലാത്തതുകൊണ്ടും അവിടെ 8 കിലോമീറ്റർ വരെ ട്രോപ്പോസ്ഫിയർ ഉള്ളൂ. ഈ ട്രോപ്പോസ്ഫിയറിൻ്റെ അതിർത്തി നമുക്ക് മൊത്തത്തിൽ പരിഗണിക്കുമ്പോൾ 13 കിലോമീറ്റർ ആയിട്ട് ഒരു ആവറേജ് ആയിട്ട് നമുക്ക് എടുക്കാം.
ഈ സ്ഥലത്തിൻ്റെ പേരാണ് ട്രോപ്പോപാസ് കേട്ടോ. ഈ അതിർത്തിയുടെ പേരാണ് ട്രോപ്പോപാസ്. എഴുതുന്നത് ട്രോപ്പോപോസ് എന്നാണെങ്കിലും ട്രോപ്പോപാസ് എന്ന് പ്രൊനൗൺസ് ചെയ്യുക. പുസ്തകങ്ങളെല്ലാം അങ്ങനെയാണ്. ഈ ട്രോപ്പോപാസിലൂടെ പടിഞ്ഞാറ് ദിശയിൽ നിന്ന് കിഴക്ക് ദിശ ലക്ഷ്യമാക്കി വീശുന്ന ഏകദേശം 800 km/h വരെ വേഗത കൈവരിക്കുന്ന കാറ്റുകളാണ് ജെറ്റ് സ്ട്രീംസ്, ജെറ്റ് പ്രവാഹങ്ങൾ. ഇന്ത്യയുടെ മൺസൂണിനെ, ഇന്ത്യയുടെ ശൈത്യകാലത്തെ, ഇന്ത്യയുടെ കാലാവസ്ഥ മൊത്തത്തിലൊക്കെ ബാധിക്കുന്ന പ്രധാന കാറ്റുകളിലൊന്നാണ് ജെറ്റ് പ്രവാഹങ്ങൾ. വളഞ്ഞു പുളഞ്ഞു പോകുന്ന കാറ്റുകളാണ് ജെറ്റ് പ്രവാഹങ്ങൾ. ഒരേ ദിശയിലല്ല, അവർ സിക്സ് സാഗ് ആയിട്ടാണ് മൂവ് ചെയ്തു പോകുന്നത്. ഒരു വേവ് മോഷനിലാണ് ഇവർ മൂവ് ചെയ്യുന്നത്. ജെറ്റ് പ്രവാഹങ്ങൾ മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് അവിടെ ഉണ്ടാകുന്ന ന്യൂനമർദ്ദങ്ങളെ, അവിടെ ഉണ്ടാകുന്ന ചുഴലിക്കാറ്റുകളെ, ഉഷ്ണമേഖലാ ന്യൂനമർദ്ദങ്ങൾ അവിടെ രൂപപ്പെടാറുണ്ട്, അതിനെ ഇന്ത്യയിലേക്ക് എത്തിക്കുകയും ശൈത്യകാലത്തിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ ശൈത്യകാലത്തോടനുബന്ധിച്ച് ഉത്തരേന്ത്യയിൽ നേരിയ തോതിലുള്ള ചെറിയ തോതിലുള്ള ഒരു മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, പശ്ചിമ അസ്വസ്ഥത. മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് ഈ പ്രതിഭാസം ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത് ജെറ്റ് പ്രവാഹങ്ങളാണ് എന്ന് PSC പലതവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ്, മാൻഡിലിൻ്റെയും കാമ്പിൻ്റെ അതിർത്തി അറിയപ്പെടുന്നത്. അതിർത്തികൾ എപ്പോഴും PSCക്ക് ഇഷ്ടമാണ്. ഇൻറ്റീരിയർ ഓഫ് എർത്ത് എന്ന ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഭൂമിയുടെ നമ്മുടെ ഉൾഭാഗത്തെ പറ്റി പഠിക്കുമ്പോൾ എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ് മാൻഡില്, കാമ്പ്, ഇതിൻ്റെയൊക്കെ അതിർത്തിയുടെ പേര്. മൊഹോറോവിക് അതിർത്തി, ലേമാൻ വിച്ഛിന്നത, ഗുട്ടൻബർഗ് വിച്ഛിന്നത, റെപ്പറ്റി വിച്ഛിന്നത. ഏതാണ് മാൻഡിലിൻ്റെയും കാമ്പിൻ്റെ അതിർത്തി എന്ന് പറയുന്നത്? മാൻഡിലിൻ്റെയും കാമ്പിൻ്റെയും അതിർത്തി ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ ഗുട്ടൻബർഗ് വിച്ഛിന്നതയാണ്. മാൻഡിലിൻ്റെയും കാമ്പിൻ്റെ അതിർത്തി ഗുട്ടൻബർഗ് വിച്ഛിന്നതയാണ്. മൊഹോറോവിക് വിച്ഛിന്നത ഏതൊക്കെ പ്രദേശങ്ങൾ തമ്മിലുള്ള അതിർത്തിയായിട്ട് അറിയപ്പെടുന്നു? ഭൂവൽക്കത്തിൻ്റെയും മാൻഡിലിൻ്റെയും അതിർത്തിയാണ് മൊഹോറോവിക് വിച്ഛിന്നത. ഭൂവൽക്കം മാൻഡിൽ അതിർത്തിയാണ് മൊഹോറോവിക് വിച്ഛിന്നത. ഓക്കെ, അപ്പോൾ ലേമാൻ വിച്ഛിന്നതയോ? ലേമാൻ പുറക്കാമ്പ് അകക്കാമ്പ് അതിർത്തിയാണ്. പുറക്കാമ്പ് അകക്കാമ്പ് അതിർത്തിയാണ് ലേമാൻ വിച്ഛിന്നത. ഗുട്ടൻബർഗ് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ റെപ്പറ്റി വിച്ഛിന്നതയോ? ഉപരിമാൻഡിൽ അധോമാൻഡിൽ അതിർത്തിയാണ്. ഉപരിമാൻഡിൽ അധോമാൻഡിൽ അതിർത്തിയാണ് ഏത്? റെപ്പറ്റി വിച്ഛിന്നത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുക്ക് ശിലകൾ എന്നറിയപ്പെടുന്നത്. കായാന്തരിത ശില, അവസാദ ശില, ആഗ്നേയ ശില ഇവയൊന്നുമല്ല. ഏതാണ് അടുക്ക് ശിലകൾ? സ്ട്രാറ്റിഫൈഡ് റോക്സ് എന്നറിയപ്പെടുന്നത്. ഫോസിലുകൾ കാണപ്പെടുന്ന ശില എന്ന് വിളിക്കുന്നത് ഏത് ശിലേനെയാണ്? പറഞ്ഞു, ഏതാണ്? അവസാദ ശിലകളാണ്. ചുണ്ണാമ്പ് കല്ല്, മണൽക്കല്ല്, കൺഗ്ലോമറേറ്റ്, ലെസ് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ശിലകളാണ് ഏത്? അവസാദ ശിലകൾ. അതൊക്കെ അവസാദ ശിലകളുടെ എക്സാമ്പിളാണ്. ഓക്കെ, എന്താണ് പ്രാഥമിക ശില? ശിലകളുടെ മാതാവ്, ശിലകളുടെ പിതാവ്, അടിസ്ഥാന ശില, അഗ്നിപർവ്വതജന്യ ശില എന്നൊക്കെ വിളിക്കുന്ന ആരെയാണ്? അത് ആഗ്നേയ ശിലേനെയാണ്. ആഗ്നേയ ശില. ബസാൾട്ട്, ഗ്രാനൈറ്റ്, റൈലൈറ്റ്, ഗാബ്രോ ഒക്കെ ആഗ്നേയ ശിലയ്ക്ക് ഉദാഹരണമാണ്. അവസാദ ശിലകളും ആഗ്നേയ ശിലകളും കാലാന്തരത്തിൽ ഭൂമിക്കടിയിൽ അവർ ഉയർന്ന മർദ്ദം, താപം തുടങ്ങിയവയാൽ രൂപമാറ്റം സംഭവിച്ചുണ്ടാകുന്ന പുതിയ ശിലകളാണ് മെറ്റമോർഫിക് റോക്ക് അല്ലെങ്കിൽ കായാന്തരിത ശില. നമ്മുടെ കായാന്തരിത ശില നെയ്സ്, ക്വാട്സൈറ്റ്, ഏറ്റവും പ്രധാനപ്പെട്ട മാർബിൾ, ചുണ്ണാമ്പ് കല്ലാണ് മാർബിളായി മാറുന്നത്. എപ്പോഴും ചോദിക്കാറുള്ള ചുണ്ണാമ്പ് കല്ലായി മാറുന്നത് മാർബിൾ അല്ല. ഇതെല്ലാം കായാന്തരിത ശിലകൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ അടുക്ക് ശിലകൾ, ഫോസിലുകൾക്ക് കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ എന്നൊക്കെ ചോദിച്ചാൽ അത് അവസാദ ശിലയാണ് കേട്ടോ. അവസാദ ശിലയാണ്, സെഡിമെൻ്ററി റോക്കാണ്. നെക്സ്റ്റ്, സമുദ്രത്തിൽ നിന്ന് കരയിലേക്ക് വീശുന്ന ഈർപ്പമടങ്ങിയ കാറ്റിൻ്റെ സഞ്ചാരത്തിന് തടസ്സമായി പർവ്വതങ്ങൾ പോലെയുള്ള ഉയർന്ന ഭൂവിഭാഗങ്ങൾ വരുമ്പോൾ കാറ്റ് മുകളിലേക്ക് ഉയരുകയും ആ പ്രദേശങ്ങളിൽ മഴ ഉണ്ടാവുകയും ചെയ്യുന്ന പ്രതിഭാസം. ഇത്രേ ഉള്ളൂ. ഇതൊരു പർവ്വതമാണ്. പർവ്വതങ്ങളിലേക്ക് കാറ്റുകൾ വീശുന്നു. പർവ്വത ചെരുവുകളിലൂടെ അത് ഇടിച്ച് മുകളിലോട്ട് ഉയരുന്നു. പർവ്വത ചെരുവുകളിലൂടെ ഈ കാറ്റുകൾ മുകളിലേക്ക് ഉയരുന്നു. ഈ കാറ്റ് സമുദ്രത്തിൽ നിന്നായതുകൊണ്ട് അതിനകത്ത് ഈർപ്പമുണ്ട്. അതായത് ഈർപ്പമടങ്ങിയ കാറ്റാണ് പർവ്വത ചെരുവുകളിലൂടെ മുകളിലോട്ട് ഉയരുന്നത്. ഈ ഈർപ്പമടങ്ങിയ കാറ്റുകൾ ഒരു നിശ്ചിത പരിധി ഉയരത്തിലെത്തിക്കഴിയുമ്പോൾ അതിനകത്തുള്ള ഈർപ്പം തണുത്ത മേഘങ്ങളായി മാറുകയും ഇതിൻ്റെ തടസ്സം അല്ലെ, കാറ്റിൻ്റെ സഞ്ചാരത്തിന് തടസ്സമായിട്ട് ഇവിടെ പർവ്വതം ഉള്ളത് കൊണ്ടാണ് ഇവിടെ എന്ത് സംഭവിക്കുന്നത്? ഈ പറഞ്ഞ ഘനീകരണം സംഭവിക്കുന്നത്. അല്ലെങ്കിൽ കാറ്റ് മുകളിലേക്ക് ഉയരുന്നത്. കാറ്റിൻ്റെ മുമ്പോട്ടുള്ള സഞ്ചാരത്തിന് തടസ്സമായതുകൊണ്ടാണ് അത് ചെരുവിലൂടെ മുകളിലോട്ട് ഉയരുന്നതും മേഘങ്ങളായി മാറുകയും മഴ ലഭിക്കുകയും ചെയ്യുന്നത്. ഇങ്ങനെ കിട്ടുന്ന മഴയെ നമ്മൾ എന്താണ് വിളിക്കുന്നത് എന്നാണ് ചോദ്യം. ഈ മഴയുടെ പേരാണ് ശൈലവൃഷ്ടി അല്ലെങ്കിൽ പർവ്വതവൃഷ്ടി.
പർവ്വതം കാരണം ലഭിച്ച മഴ എന്നർത്ഥത്തിലാണ് ശൈലവൃഷ്ടി എന്ന് വിളിക്കുന്നത്. അപ്പോൾ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി, ശൈലവൃഷ്ടി. അപ്പോൾ എന്താണ് സംവഹന വൃഷ്ടി? നോർമലി ഭൂമിയുടെ മധ്യഭാഗത്ത് ഭൂമധ്യരേഖാ പ്രദേശങ്ങളോടനുബന്ധിച്ചുള്ള പ്രദേശങ്ങളിൽ ചൂട് പിടിച്ച വായു വികസിച്ച് സാന്ദ്രത കുറഞ്ഞ് മുകളിലോട്ട് ഉയരുകയും അങ്ങനെ ഉയരുന്ന വായു ഘനീഭവിച്ച് മേഘങ്ങളായി മാറുകയും അതിൽ നിന്ന് മഴ ലഭിക്കുകയും ചെയ്താൽ ഈ മഴയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സംവഹന വൃഷ്ടി. നോർമലി ഭൂമധ്യരേഖയോട് അടുത്താണ് സംവഹന വൃഷ്ടി കാണപ്പെടുന്നത്. ഉച്ച കഴിഞ്ഞാണ് ഈ മഴ നമുക്ക് ലഭിക്കാറുള്ളത്. സംവഹന വൃഷ്ടിയിൽ നിന്ന് മഴ ലഭിക്കാറുള്ളത് ഉച്ച കഴിഞ്ഞായതുകൊണ്ട് അതിന് ഉച്ചലിത വൃഷ്ടി എന്ന് വിളിക്കാറുണ്ട്. ഇനി ഒരു ചക്രവാതം ഉണ്ടാകുന്നു, ഒരു ന്യൂനമർദ്ദം ചക്രവാതമായി മാറുകയും അതിൽ നിന്ന് മഴ കിട്ടുകയും ചെയ്താൽ അതിനെ നമ്മൾ ചക്രവാത വൃഷ്ടി എന്ന് വിളിക്കും. തീരദേശങ്ങളിൽ സാധാരണയായി ലഭിക്കുന്ന മഴയെ തീരദേശ വൃഷ്ടി എന്ന് വിളിക്കുന്നു. നെക്സ്റ്റ്, സൗരസ്ഥിര ഉപഗ്രഹങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? ഭൂമിയിൽ നിന്ന് ഏകദേശം 900 കിലോമീറ്റർ ഉയരത്തിൽ ആണ് സഞ്ചാരപഥം. ശരിയാണ്. ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെക്കാൾ കൂടിയ നിരീക്ഷണ പരിധിയാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾക്കുള്ളത്. തെറ്റാണ്. കൃത്യമായ ഇടവേളകളിൽ പ്രദേശത്തിൻ്റെ ആവർത്തിച്ചുള്ള വിവരശേഖരണം സാധ്യമാക്കുന്നത് സൗരസ്ഥിര ഉപഗ്രഹങ്ങളാണ്. ശരിയാണ്. കാരണം അവ വടക്ക് തെക്ക് ദിശയിലായിട്ട് ഉത്തര ധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു വൃത്തത്തിലാണ് കറങ്ങുന്നത്. അപ്പം കൃത്യമായ ഇടവേളകളിൽ അവർ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കും. IRS, ലാൻഡ്സാറ്റ് എന്നീ ഉപഗ്രഹങ്ങൾ സൗരസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ശരിയാണ്. ഇൻസാറ്റ് ഭൂസ്ഥിര ഉപഗ്രഹത്തിന് ഉദാഹരണവും. അപ്പോൾ ഇവിടെ റൈറ്റ് ആൻസർ തെറ്റായി പോയത് ഓപ്ഷൻ ബി ആണ്. ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെക്കാൾ കൂടിയ നിരീക്ഷണ പരിധി എങ്ങനെ വരും? വെറും 900 കിലോമീറ്ററല്ലേ ഇതിൻ്റെ സഞ്ചാരപഥം. എന്നാൽ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് 36,000 കിലോമീറ്റർ ഉയരത്തിലാണ് അവരുടെ സഞ്ചാരപഥം വരുന്നത്. അപ്പോൾ 36,000 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് ഭൂമിയെ നോക്കുമ്പോഴാണോ 900 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് ഭൂമിയെ നോക്കുമ്പോഴാണോ കൂടുതൽ പ്രദേശങ്ങൾ നിരീക്ഷിക്കാൻ സാധിക്കുന്നത്? 36,000 കിലോമീറ്റർ അകലെ നിന്ന് നോക്കുമ്പോൾ. അതുകൊണ്ട് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ അല്ലെ അവയേക്കാൾ കൂടുതൽ നിരീക്ഷണ പരിധി 900 കിലോമീറ്റർ ഉയരത്തിലുള്ള സൗരസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ ശരിയാണോ? അല്ല. അതുകൊണ്ടാണ് അത് തെറ്റിപ്പോയത്. ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ഭൂമിയെ വലം വയ്ക്കാനായിട്ട് ഏകദേശം ഒരു ദിവസം, ഒരു 24 മണിക്കൂർ എടുക്കുന്നത്. ഭൂമിയുടെ അതേ വേഗത്തിലാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ഭൂമിയെ വലം വയ്ക്കുന്നത്. എന്നാൽ സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ ഏകദേശം 90 മുതൽ 120 മിനിറ്റ് വരെ, അതായത് 2 മണിക്കൂറിനകത്ത് ഒരു വലം വയ്ക്കൽ പൂർത്തിയാക്കും. അപ്പോൾ വേഗത കൂടുതലുള്ള, അതിന് ഉയരം കുറവായതുകൊണ്ടാണ് വേഗത കൂടുതലുള്ള ഉപഗ്രഹങ്ങളാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങളെന്നും കൂടി ഓർത്തോളുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത്? 1912 ജർമ്മൻ ശാസ്ത്രജ്ഞനായ ആൽഫ്രഡ് വെഗ്നറാണ് വൻകര വിസ്താവന സിദ്ധാന്തം അവതരിപ്പിച്ചത്. വെരി 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 കറക്റ്റ്. വൻകരകളുടെ അരികുകളുടെ ചേർച്ച വൻകര വിസ്താവനത്തിൻ്റെ അനുകൂല തെളിവായി വെഗ്നർ അവതരിപ്പിച്ചു. ശരിയാണ്. കാരണം സൗത്ത് അമേരിക്ക, ആഫ്രിക്ക പോലെയുള്ള വൻകരകൾ മാപ്പിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ അരികുകൾക്ക് ഒരു ചേർച്ചയുണ്ട്. അവർ കൃത്യമായിട്ട് നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റും. ഓക്കെ, ജിക്സോ സിദ്ധാന്തം എന്നാണ് അതിനെ വിളിക്കുന്നത് തന്നെ, ഈർച്ചവാൾ സിദ്ധാന്തം. ഇനി ധ്രുവോന്മുഖ ചലനബലവും വേലിബലവുമാണ് വൻകരകളുടെ ചലനത്തിന് കാരണമായി വെഗ്നർ വിശദീകരിച്ചത്. ശരിയാണ്. ധ്രുവോന്മുഖ ചലനബലവും വേലിബലവും വൻകരകൾ അടർന്നു മാറുന്നതിനും അവ അകന്നു പോകുന്നതിനും അവയുടെ പൊട്ടലിനുമൊക്കെ കാരണമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചത് ഈ പറഞ്ഞ ധ്രുവോന്മുഖ ചലനബലവും വേലിബലവുമാണ്. ഇനി ബലകചലന സിദ്ധാന്തമാണ് വൻകര വിസ്താവന സിദ്ധാന്തം രൂപീകരിക്കുന്നതിന് പ്രേരകമായത്. തെറ്റ്. വൻകര വിസ്താവന സിദ്ധാന്തം 1912-ലും ബലകചലന സിദ്ധാന്തം 1967-ലുമാണ്. 1967-ൽ വന്ന ബലകചലന സിദ്ധാന്തത്തിന് പ്രേരകമായത് ആർതർ ഹോംസിൻ്റെ 1930-ലുള്ള മാൻഡിൽ കൺവെക്ഷൻ സിദ്ധാന്തമാണ്, അല്ലാതെ വൻകര വിസ്താവന സിദ്ധാന്തമല്ല. ബലകചലന സിദ്ധാന്തത്തിൻ്റെ രൂപീകരണത്തിന് പ്രേരകമായത് വൻകര വിസ്താവന സിദ്ധാന്തമല്ല, മറിച്ച് 1928-30 കാലഘട്ടത്തിൽ ആർതർ ഹോംസിൻ്റെ മാൻഡിലിൽ നടക്കുന്ന സംവഹന പ്രവാഹ സിദ്ധാന്തമാണ്, ആ കണ്ടുപിടുത്തമാണ് ഇതിന് പ്രേരകമായത് കേട്ടോ. അപ്പോൾ ഉത്തരം കിട്ടിയ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അതാണ് താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന. കാലാവസ്ഥയും പരിസ്ഥിതിയും സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സമ്മേളനമായ സ്റ്റോക്ക്ഹോം സമ്മേളനത്തിൻ്റെ വർഷം ഏത്? പറഞ്ഞു. സ്റ്റോക്ക്ഹോം സമ്മേളനത്തിൻ്റെ വർഷം 1972 റൈറ്റ് ആൻസർ. ഈ സമ്മേളനങ്ങൾ നടന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. ചില പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര ഉദ്യമങ്ങളും വർഷവും സ്ഥലവും അതിൻ്റെ ഇടപെടലും പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് പുതിയ SCERT-യിൽ. 1950 ലോക കാലാവസ്ഥാ സംഘടന രൂപീകരിക്കുന്നു. സ്ഥലം ജനീവ. കാലാവസ്ഥാ സമ്മേളനങ്ങളാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. സ്റ്റോക്ക്ഹോം സമ്മേളനം നമ്മുടെ ചോദ്യം. 1972 സ്ഥലം സ്റ്റോക്ക്ഹോമാണ്.
എന്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം? പരിസ്ഥിതി പരിപാലനവും വികസനവുമായിരുന്നു. ഭൗമ ഉച്ചകോടി എർത്ത് സമ്മിറ്റ് 1992 ബ്രസീലിലെ റിയോ ഡി ജനീറോ എന്ന സ്ഥലത്ത് സംഘടിപ്പിക്കുന്നു. അതിൻ്റെ ലക്ഷ്യം എന്തൊക്കെയായിരുന്നു? പ്രകൃതി സൗഹൃദ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി UN അജണ്ട 21 തയ്യാറാക്കിയത് ഈ പറഞ്ഞ ഭൗമ ഉച്ചകോടിയിലാണ്. ക്യോട്ടോ പ്രോട്ടോകോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. 1997 ജപ്പാനിലെ ക്യോട്ടോ എന്ന സ്ഥലത്ത്. അതിൻ്റെ ഉദ്ദേശം അന്തരീക്ഷത്തിൽ ഹരിതഗ്രഹ വാതകങ്ങളുടെ അളവ് പരിമിതപ്പെടുത്തുക എന്ന ലക്ഷ്യമായിരുന്നു. മോൺട്രിയൽ പ്രോട്ടോകോൾ നമുക്കറിയാം, ഓസോണുമായി ബന്ധപ്പെട്ടാണ് 1987 മോൺട്രിയലിൽ വെച്ച് രൂപീകരിച്ച ഉടമ്പടി. ഓസോൺ പാളിക്ക് നാശം വരുത്തുന്ന പദാർത്ഥങ്ങളുടെ അളവ് പരിമിതപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ ലക്ഷ്യം. പാരീസ് ഉടമ്പടി 2015 പാരീസിൽ വെച്ച്, ഫ്രാൻസിൽ പാരീസിൽ വെച്ചിട്ട് പാരീസ് ഉടമ്പടി ഒപ്പുവയ്ക്കപ്പെടുന്നു. ആഗോള താപന വർധനവ് കുറയ്ക്കുക, കാലാവസ്ഥാ വ്യതിയാനത്തിന് അനന്തരഫലങ്ങളോട് പൊരുത്തപ്പെടുവാൻ ലോകരാഷ്ട്രങ്ങളെ സഹായിക്കുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഉദ്ദേശം, ലക്ഷ്യം. G20 ഉച്ചകോടി ഇന്ത്യയിൽ 2023 ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന. അതിൻ്റെ ഉദ്ദേശം ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി, വസുദൈവ കുടുംബകം അല്ലേ, ഹരിത വികസനം, കാലാവസ്ഥ ധനകാര്യം, സമഗ്ര വികസനം, ഇതൊക്കെയായിരുന്നു ഇടപെടലും ലക്ഷ്യവും. ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് ചോദിക്കാം. വസുദൈവ കുടുംബകം ചോദിച്ചിട്ടുണ്ടായിരുന്നു. G20 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട ഇടപെടലാണ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത്, 1 ഡിഗ്രി അക്ഷാംശവും 1 ഡിഗ്രി രേഖാംശവും വ്യാപ്തിയെ വരുന്ന ധരാതലീയ ഭൂപടങ്ങൾ ഏത്? മില്യൺ ഷീറ്റ്, ഡിഗ്രി ഷീറ്റ്, കഡസ്ട്രൽ ഭൂപടം, ക്വാർട്ടർ ഡിഗ്രി ഷീറ്റ്. ഏതാണ് റൈറ്റ് ആൻസർ? ആൻസർ ഓപ്ഷൻ ബി ഡിഗ്രി ഷീറ്റാണ്. 1 ഡിഗ്രി അക്ഷാംശവും 1 ഡിഗ്രി രേഖാംശവും അതിർത്തിയായി വരുന്ന അല്ലെങ്കിൽ അതിരായി വരുന്ന നമ്മുടെ മാപ്പുകളാണ് ഡിഗ്രി ഷീറ്റുകൾ. ഡിഗ്രി ഷീറ്റുകൾ 1:2.5 ലക്ഷം എന്ന തോതിൽ നിർമ്മിക്കുന്ന ഭൂപടങ്ങളാണ് എന്നുള്ളത് മറക്കരുത്. ഇനി 4 ഡിഗ്രി അക്ഷാംശവും 4 ഡിഗ്രി രേഖാംശവും വ്യാപ്തിയെ വരുന്ന ഭൂപടങ്ങളാണ് മില്യൺ ഷീറ്റുകൾ. ഇവർ 1:10 ലക്ഷം എന്ന തോതിലാണ് നിർമ്മിക്കുന്നത് എന്നുള്ളതും കൂടെ ഓർത്തേക്കുക. കഡസ്ട്രൽ ഭൂപടങ്ങൾ അറിയാമല്ലോ. ഒരു വ്യക്തിയുടെ പ്രസ്ഥാനത്തിൻ്റെ സ്വത്തുവകകൾ, അതിരുകൾ, അയാളുമായി ബന്ധപ്പെട്ട അയാളുടെ സമ്പത്ത് വ്യവസ്ഥകളൊക്കെ ഉൾപ്പെടുന്ന മേഖലകളെ വരച്ച് സൂക്ഷിക്കുന്ന ഭൂപടങ്ങളെയാണ് കഡസ്ട്രൽ ഭൂപടം എന്ന് വിളിക്കുന്നത്. കഡസ്ട്രൽ എന്ന ഫ്രഞ്ച് പദത്തിൽ നിന്നാണ് കഡസ്ട്രൽ എന്ന വാക്ക് വന്നത്. പ്രാദേശിക ഭൂപടത്തിൻ്റെ പുസ്തകം എന്ന വാക്ക് അറിയപ്പെടുന്നു. നെക്സ്റ്റ്, ഭൂമധ്യരേഖ കാലാവസ്ഥയുടെ പ്രത്യേകത അല്ലാത്തത് എന്ത്? ഭൂമിയിലെ മറ്റ് ചില നോക്കിക്കേ, ഭൂമധ്യരേഖ കാലാവസ്ഥയുടെ ഒരു സവിശേഷത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നല്ല ചൂടുള്ള പ്രദേശമാണല്ലോ. നല്ല ചൂടുള്ള പ്രദേശത്ത് എന്താ സംഭവിക്കുന്നത് നോർമലി? ഇവർക്ക് നല്ല മഴയുണ്ട് അല്ലേ? നല്ല ചൂടുള്ള പ്രദേശത്ത് നല്ല മഴയുണ്ട്. പ്രത്യേകിച്ച് വേനൽക്കാലത്ത് ചൂട് കൂടുമ്പോൾ കൂടുതൽ മഴ, ശൈത്യകാലത്ത് തണുപ്പായതുകൊണ്ട് അവിടെ വരണ്ട കാലാവസ്ഥ. ഇതാണ് ഭൂമധ്യരേഖയുടെ പ്രത്യേകത. നോക്കാം നമുക്ക്. വർഷം മുഴുവൻ കനത്ത മഴ, ശരിയാണ്. ഉയർന്ന താപനില, ഉയർന്ന ബാഷ്പീകരണം, ശരിയാണ്. ശക്തമായ സംവഹന വൃഷ്ടി, അതായത് ചൂട് പിടിച്ച് വായു മുകളിലേക്ക് ഉയർന്ന് ലഭിക്കുന്ന മഴ, അതും ശരിയാണ്. വർഷത്തിലൊരു പ്രത്യേക സമയം വരണ്ട കാലം അനുഭവപ്പെടുന്നു. വർഷത്തിലൊരു പ്രത്യേക സമയം വരണ്ട കാലം അനുഭവപ്പെടുന്നു. അങ്ങനെ ഉണ്ടോ? ഒരു പ്രത്യേക സമയമുണ്ട്. ഇവർക്ക് വർഷം മുഴുവൻ കനത്ത മഴ എന്ന് പറഞ്ഞിട്ട് പിന്നെ പ്രത്യേക സമയം വരണ്ട കാലം എന്തുണ്ടോ? ഇല്ല. ഇപ്പോൾ നമുക്കറിയാം, ഭൂമധ്യരേഖ കാലാവസ്ഥയിൽ ഭൂമധ്യരേഖയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ ഒരു ഇന്ന സമയം, ഒരു 3 മാസം 4 മാസം മഴ ഇല്ലാതെ നിൽക്കുന്ന ഒരു സമയം എന്നില്ല. ഇപ്പോൾ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ, ഭൂമധ്യരേഖയിൽ നിന്ന് ഒത്തിരി അകലെ അല്ലാത്ത ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ നമുക്കറിയാം, നമുക്കൊരു 2-3 മാസം വരണ്ട കാലമുണ്ട്. അതായത് ശൈത്യകാലം വരണ്ട കാലമാണ്. എന്നാൽ ഭൂമധ്യരേഖ കാലാവസ്ഥയിലുള്ളവർക്ക് അങ്ങനെ ഒരു സമയമില്ല. വേനൽക്കാലത്ത് അവർക്ക് കുറച്ചുകൂടെ കൂടുതൽ മഴ കിട്ടും, ശൈത്യകാലത്തും അവർക്ക് മഴ കിട്ടും. ഏത് സമയത്തും വർഷത്തിലെ 365 ദിവസം മഴ കിട്ടും. അതാണ് അതിൻ്റെ അർത്ഥം. നമ്മളെപ്പോലുള്ളവർക്ക് ശൈത്യകാലം പോലെയുള്ള സമയത്ത് കുറച്ച് മഴ കുറയും. ശൈത്യകാലം കുറച്ച് വരണ്ട കാലമാണ് നമ്മളെയൊക്കെ പോലെയുള്ളവർക്ക്. ഇന്ത്യ പോലെയുള്ള മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്നവർക്ക് മൺസൂണിൽ മഴയുണ്ട്, വേനൽക്കാലത്ത് മഴയുണ്ട്, ശൈത്യകാലത്ത് മഴയില്ല. ഒരു പ്രത്യേക സമയം വരണ്ട കാലമുണ്ട്. പക്ഷേ ഇവർക്ക് അങ്ങനെയില്ല. ഒരു പ്രത്യേക സമയം വരണ്ട കാലമില്ല. ഭൂമധ്യരേഖ കാലാവസ്ഥയിലുള്ളവർ സംവഹന വൃഷ്ടിയാണ് അവിടെ കൂടുതൽ ലഭിക്കുന്നത്. വർഷം മുഴുവൻ കനത്ത മഴയാണ്. നെക്സ്റ്റ്, ഭൂമധ്യരേഖ ഉത്തരം കിട്ടിയില്ലേ? ഓപ്ഷൻ ഡി റൈറ്റ് ആൻസർ. നെക്സ്റ്റ്, ആമസോൺ തടത്തിൽ കാണപ്പെടുന്ന മലോഗ എന്നാൽ എന്ത്? ഗ്രാമങ്ങൾ, പാർപ്പിടങ്ങൾ, ഭക്ഷണം, സസ്യങ്ങൾ. എന്താണ് ആമസോൺ തടത്തിൽ കാണപ്പെടുന്ന മലോഗ എന്ന് വെച്ചാൽ? മലോഗ എന്ന് പറഞ്ഞാൽ ആമസോൺ തടത്തിൽ ജീവിക്കുന്ന ആളുകളുടെ ഒരു പ്രത്യേകതരം ഇങ്ങനെ മേൽക്കൂര ചെരിഞ്ഞ് കാണപ്പെടുന്ന അവരുടെ പാർപ്പിടങ്ങളാണ് മലോഗ. കേട്ടോ, വാക്കൊന്ന് പഠിച്ചോണം. നെക്സ്റ്റ്, മെഡിറ്ററേനിയൻ കാലാവസ്ഥയുടെ സവിശേഷത എന്ത്? എന്താണോ ഭൂമധ്യരേഖ കാലാവസ്ഥയുടെയൊക്കെ പ്രത്യേകത അതിന് നേരെ ഓപ്പോസിറ്റ്. സാധാരണ ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖലകളിലൊക്കെ അല്ലെ പോട്ടെ, മൺസൂൺ കാലാവസ്ഥയുടെ നേരെ ഓപ്പോസിറ്റ്, അങ്ങനെ പഠിക്കാം. മൺസൂൺ കാലാവസ്ഥ എന്താണ്? ഉഷ്ണകാലത്ത് നമുക്ക് മഴയുണ്ട്, ശൈത്യകാലം
എന്താണ് വരണ്ടതാണ്. അതിന് നേരെ ഓപ്പോസിറ്റ്, അതായത് ശൈത്യകാലത്ത് മഴ, അങ്ങനെ എന്തെങ്കിലും ഇവിടെ കൊടുത്തിട്ടുണ്ടോ? യെസ്, ആർദ്ര ശൈത്യകാലം. വേനൽക്കാലം നല്ല മഴ കിട്ടേണ്ട വേനൽക്കാലം വരണ്ടതാണ്. ഉണ്ടോ? ഉണ്ട്, വരണ്ട വേനൽക്കാലം. ഇതാണ് മെഡിറ്ററേനിയൻ കാലാവസ്ഥയുടെ പ്രത്യേകത. ദ ഓപ്ഷൻ എ. മെഡിറ്ററേനിയൻ സമുദ്രവും അതിന് ചുറ്റുമായി കിടക്കുന്ന ഏകദേശം 30 ഡിഗ്രി 40 ഡിഗ്രി അക്ഷാംശങ്ങളിൽ കാണപ്പെടുന്ന പ്രദേശങ്ങളിലാണ് മെഡിറ്ററേനിയൻ കാലാവസ്ഥയുള്ളത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഈ ഫ്രൂട്ട്സ് അതുപോലെ നാരകഫലങ്ങൾ അവയുടെയൊക്കെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മേഖലയാണ് മെഡിറ്ററേനിയൻ കാലാവസ്ഥ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിലും കിടിലൻ ചോദ്യങ്ങളുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നന്നായിട്ട് പഠിക്കുക, പരീക്ഷയ്ക്ക് നന്നായിട്ട് തയ്യാറെടുക്കുക, നല്ല മാർക്ക് വാങ്ങുക, നമുക്ക് വളരെ വേഗത്തിൽ തന്നെ ജോലിയിൽ പ്രവേശിക്കാൻ നമുക്ക് പറ്റണം. ഇന്നത്തെ ക്ലാസ് അതുപോലെ ഇത് തുടർച്ചയായി ലഭിക്കുന്ന ക്ലാസ്സൊക്കെ നിങ്ങൾ എഴുതിയെടുത്ത് പഠിക്കാൻ തന്നെ ശ്രമിക്കുക. കാരണം ഏറ്റവും പുതിയ നമ്മുടെ SCERT നിന്നൊക്കെയുള്ള ചോദ്യങ്ങൾ തന്നെയാണ് നമ്മളോട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതാരും മിസ്സാക്കരുത്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.